ചുമ്മാ ഓരോ ഫുഡ് കൊടുക്കുന്നതിലല്ല കാര്യം. നമ്മൾ ഒരു ഡേയിൽ ആ കുഞ്ഞിന് കൊടുക്കേണ്ട ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഏജ് ഗ്രൂപ്പ് എത്തും, ഒരു 1 to 3 ഇയേഴ്സിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ലെസ് ആയിരിക്കും. ഒന്ന് അവരുടെ ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് ആയിരിക്കും കാണിക്കുന്നത്. മാത്രമല്ല ഫുൾ എനർജി ബേൺ ഔട്ട് ആവും. അത് ഒരു റീസണാണ്. പിന്നെ അവരുടെ ഹൈറ്റ് നമ്മൾ നോക്കുക. ചിലപ്പം ഹൈറ്റ് വെക്കുമ്പോൾ വെയിറ്റ് നമ്മൾ അധികം തോന്നിക്കുന്നത്, പക്ഷെ എല്ലാ ആൾക്കാരും ഹൈറ്റ് നോക്കില്ല, ഒൺലി വെയിറ്റ് മാത്രമായിട്ട് നോക്കുന്ന. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഫുഡ് കലോറി വാല്യൂ ഉള്ള ഫുഡാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. 2 ഇവരുടെ ഡിവോമിങ്, അതായത് 6 മാസം കൂടുമ്പോൾ വരെ ഇളക്കിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. 3 ഇവിടെ ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നില്ല, കുഞ്ഞ് ആക്റ്റീവാണ്, ഉറങ്ങുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്നുണ്ട്, വേറെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ട് വരുന്നില്ല, ആവറേജ് ആണ്, പഠിക്കുന്നുണ്ട്. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണ്. പക്ഷേ തീരെ അവരുടെ ബർത്ത് വെയിറ്റും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും. തീരെ വെയിറ്റ് ഗെയിൻ ഇല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. TSHും അതുപോലത്തുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. കാരണം വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഇന്റേണലി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഞ്ഞിനെന്നുള്ളത് നമ്മൾ നോക്കണം. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതിലോട്ട് നമ്മൾ ഇറങ്ങാനും. കാരണം ചുമ്മാ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അല്ല